സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഉൾക്കണ്ണ് നഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ കഥയാണ്. അവൻ അന്ധനാണ്, എന്നാൽ അവന് യേശു വരുന്നതായിട്ട് അവന് മനസ്സിലായി. അവൻ്റെ സ്വരം കേട്ടപ്പോൾ ഇതാരാണെന്ന് അവൻ തിരക്കി. യേശുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ സുതനായ യേശുവേ, എന്നിൽ കനിയണമേ. ഇതാരും അവനോട് പറഞ്ഞു കൊടുത്തതല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായ ഒരു ഉൾക്കാഴ്ചയുടെ ഫലമാണത്. ഇതുപോലെ നമ്മുടെ ചുറ്റും നടന്നു വരുന്ന യേശുവിനെ നമ്മൾ കാണണം. ഉൾക്കാഴ്ച നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവനെ നമ്മുടെ സന്നിധിയിലേക്ക് വിളിക്കാൻ പറ്റും. എന്നാൽ ആ കാഴ്ച നഷ്ടപ്പെട്ടാൽ നമ്മൾ അപകടത്തിലാവും. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഉള്ളിലെ കാഴ്ച നൽകണമേ, എൻ്റെ ഉള്ളിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ബോധം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.